ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 17-ാം തിരുവചനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. എന്നാൽ പലരും വിശ്വസിക്കാത്ത ഒരു വചനവും കൂടിയാണ്. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും, മാരകമായി എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ലാസറും മരിച്ചതിന് ശേഷം ഈശോ ലാസറിനെ കാണുവാൻ വേണ്ടി പോകുമ്പോൾ വഴിയിൽ വെച്ച് മർത്തായോടും മറിയത്തോടും പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ, നമുക്കെതിരെ ആരെങ്കിലും ആവിചാരം ചെയ്തിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറയുമ്പോൾ നമ്മളത് വിശ്വസിച്ചാൽ തിന്മയുടെ ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങും. നമുക്കെതിരെ ആരെങ്കിലും കൈവശം തന്നിട്ടുണ്ട് എന്ന് നമ്മളോട് ആരെങ്കിലും പറയുമ്പോൾ നമ്മളത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തിന്മയുടെ ശക്തികൾ പ്രവർത്തിക്കുവാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ നമ്മുടെ ഉള്ളിലേക്ക് മാമോദീസായിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. പരിശുദ്ധ കുർബാനയിലൂടെ ദിവ്യകാരുണ്യമായ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ ഈശോയുടെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ അറിയുന്ന ഒരു വ്യക്തി ഒരു വീടും സ്ഥലവും കൂടി മേടിച്ചു. ഈ വീടും സ്ഥലവും മേടിച്ചിട്ട് ആ വ്യക്തി ആ വീട്ടിൽ ഒരു ദിവസം താമസിച്ചു. അപ്പോൾ രാത്രിയിൽ ഈ വ്യക്തിക്ക് അവിടെ താമസിക്കുവാൻ അവിടെ കിടന്നുറങ്ങുവാനോ, രാത്രിയിൽ വീടിന് ചുറ്റും ആരൊക്കെയോ നടക്കുന്നത് പോലെ സൗണ്ടും ചങ്ങല കിലുങ്ങുന്നത് പോലെയൊക്കെ ശബ്ദമൊക്കെ കേട്ടപ്പോൾ ഈ വ്യക്തിക്ക് ആകെ പേടിയായി. ഈ വ്യക്തി ആരോ ഒരാളുടെ അടുക്കൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയി. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ആ വീടും സ്ഥലവും അവിടെ താമസിക്കുവാൻ കൊള്ളത്തില്ല, ആ സ്ഥലം കൊള്ളത്തില്ല, ആ സ്ഥലത്തിൻ്റെ മുകളിലൂടെയാണ് തേര് പറന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എത്രയും വേഗം കിട്ടുന്ന വിലയ്ക്ക് ആ സ്ഥലവും വീടും വിറ്റുകളയാൻ പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തി ഒത്തിരി ആഗ്രഹിച്ച് മേടിച്ച വീടും സ്ഥലവുമായിരുന്നു. അങ്ങനെ ഞാനത് അറിഞ്ഞപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, എനിക്ക് ആ വീട്ടിലൊരു ദിവസം താമസിക്കാൻ ഒരു അവസരം തരാമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞ്, അവിടെ ഇങ്ങനെയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ശരിയല്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, ഞാൻ പരിശുദ്ധ കുർബാനയിലൂടെ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ദിവ്യകാരുണ്യ ഈശോയാണ്. ഞാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഈ ലോകത്തുള്ള ഒരു തിന്മയുടെ ശക്തിയെയും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നിങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ കുമ്പസാരം നടത്തി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ദൈവിക വരപ്രസാദത്തിലായിരിക്കുന്ന സമയത്ത് ഈ ലോകത്തുള്ള ഒരു തിന്മയുടെ ശക്തിയും നമ്മളെ തൊടുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ഏതായാലും ഈ വ്യക്തി മനസ്സില്ലാ മനസ്സോടെ എന്നോട് പറഞ്ഞു, ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ വീട്ടിൽ വൈകുന്നേരം പോയി. ഞാൻ ആ വീട്ടിൽ ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇങ്ങനെ വചനം വായിക്കും. രാത്രി ഒരു 12:30-1 മണിയൊക്കെ ആയപ്പോൾ വീടിൻ്റെ ഒരു പുറകിൽ നിന്ന് ഇങ്ങനെ നടക്കുന്നത് പോലെ ഇങ്ങനെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അതിൻ്റെ കൂടെ ഒരു ചങ്ങല കിലുങ്ങുന്ന പോലെ ചെറിയൊരു ശബ്ദമൊക്കെ കേൾക്കുവാൻ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ വീണ്ടും ജപമാല ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ ചോദിക്കും, ഇതെന്താണ് പരിശുദ്ധാത്മാവെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ഒന്നിനെ ഓർത്തും പേടിക്കണം, നീ ജനൽ തുറന്ന് നോക്കുവാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ജനൽ തുറന്ന് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ഒരു പട്ടിയാണ് അതിലിങ്ങനെ നടക്കുന്നത്. ആ പട്ടിയുടെ കഴുത്തിലൊരു പൊട്ടിയൊരു ചങ്ങല, പട്ടിയുടെ തോടൽ പൊട്ടി അതിങ്ങനെ കഴുത്തിലും കിടപ്പുണ്ട്. ഇതിങ്ങനെ കരികിലെയുള്ള സ്ഥലത്തോടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു മനുഷ്യൻ നടക്കുന്നത് പോലെ തോന്നും. ഇങ്ങനെ ഈ പട്ടിയുടെ കഴുത്തിൽ കിടക്കുന്ന തോടൽ ഇങ്ങനെ കിലുങ്ങുമ്പോഴാണ് ഈ ശബ്ദവും കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, രാത്രിയിൽ ഞാനിങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തേര് പോകുന്നത് ഇങ്ങനെ കണ്ടു, അതിലൂടെയൊക്കെയുള്ള തിന്മയുടെ ശക്തികളെയൊക്കെ കാണുവാൻ സാധിച്ചു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അത് ശരിയാണ്, ഞാൻ പറഞ്ഞത് ഇപ്പോൾ സത്യമല്ലേ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, തേരല്ല കടന്നു പോയത്, അയലോക്കത്തുള്ള ഒരു പട്ടി തൊടല് പൊട്ടിച്ചിങ്ങനെ അതിലിങ്ങനെ നടക്കുന്നതാണ് ഇതിങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയാണ്. അവിടെ തേരുണ്ട്, അല്ലെങ്കിൽ ഇവിടെ അത് കുഴിച്ചിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കൈവശമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് വിശ്വസിക്കും. പ്രിയപ്പെട്ടവരെ, തിന്മയുടെ ശക്തികൾ ഇല്ലെന്നല്ല പറയുന്നത്, തിന്മയുടെ ശക്തികളുണ്ട്. കാരണം ഈശോയിൽ നിന്ന് അകറ്റി നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി തിന്മയുടെ ശക്തികൾ എപ്പോഴും നമുക്ക് ചുറ്റും എപ്പോഴും നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതുപോലെയൊക്കെയുള്ള ഈ നെഗറ്റീവായിട്ടുള്ള സന്ദേശങ്ങൾ പറഞ്ഞ്
ഈ വ്യക്തികളെ നിരാശയിലേക്ക് തള്ളിവിടുന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്ന സന്ദേശങ്ങളൊക്കെ. തിന്മയുടെ ശക്തികളില്ലെന്നോ അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ നമുക്കെതിരെ പ്രവർത്തിക്കത്തില്ലെന്നോ അല്ല പറയുന്നത്. ഇതുപോലെയുള്ള നെഗറ്റീവ് സന്ദേശങ്ങളും പറഞ്ഞ് ഒരു വ്യക്തിയെ നിരാശയിലേക്ക് തള്ളിവിടുന്ന ആത്മാവല്ല നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയോട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന തിന്മയുടെ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിയിൽ നിന്ന് ബഹിഷ്കരിക്കാൻ അല്ലെങ്കിൽ ഡെലിവറൻസ് ചെയ്ത് പ്രാർത്ഥിക്കുവാനുള്ള ശക്തിയും കൂടി കൊടുത്തിട്ട് ഒരു വ്യക്തിയിലൂടെ ഇത് പറയുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ആഭിചാരം ചെയ്ത് ഇന്ന വ്യക്തിയെ നിങ്ങളെ തകർക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കൈവശം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയെ പറഞ്ഞു വിടുമ്പോൾ ആ വ്യക്തി അന്നു മുതൽ നിരാശയിലേക്കാണ് കടന്നു പോകുന്നത് എന്ന് ചിന്തിക്കുന്നത് നിങ്ങൾ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും അടുക്കൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ കൈവശം ഉള്ളിൽ കിടപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡും പറഞ്ഞു വിടുകയാണെങ്കിൽ പ്രിയപ്പെട്ടവർ, ഒരിക്കലും നിങ്ങളത് വിശ്വസിക്കരുത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തിന്മയുടെ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിലൂടെ തന്നെ പരിശുദ്ധാത്മാവ് അതിനുള്ള പരിഹാരവും ചെയ്യും. ഇന്ന് പലരും ഇങ്ങനെ പറയും, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവരന്നു മുതൽ നിരാശയിലേക്കാണ് കടന്നു പോകുന്നത്. ഞാനൊരു ധ്യാനത്തിന് പോയപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ കൈവശം കിടപ്പുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, കൈവശം അവിടെ കിടന്നിട്ട് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തിക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. ഞാൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഈ വ്യക്തിക്ക് ഒരു ബോധ്യം കൊടുക്കുവാൻ വേണ്ടി എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞു. ആ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് ഒത്തിരി സന്ദേശങ്ങൾ തന്നു. ഞാൻ ഈ വ്യക്തിയോട് ഈ സന്ദേശങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തി എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചേക്കണം എന്നിങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് സാധാരണക്കാരനായ ഒരു വ്യക്തിയോട് ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ആ വിചാരമുണ്ട് അല്ലെങ്കിൽ കൈവശം ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അവരെത്രമാത്രം നിരാശയിലേക്കാണ് കടന്നു പോകുന്നത് എന്ന് ചിന്തിച്ചിട്ട് മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള സന്ദേശങ്ങൾ പറയാവുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഒത്തുചേർന്ന് ഒരു ആത്മീയ ജീവിതം നയിക്കുന്നവരായിട്ട് മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള ഭയത്തിൻ്റെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നെഗറ്റീവ് മെസ്സേജുകൾ കേട്ട് ജീവിതം നിരാശയിലേക്ക് തള്ളിവിടാനുള്ളവരല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാപമൊക്കെ ചെയ്യും, അത് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ച് അനേകരോട് സുവിശേഷം പ്രഘോഷിക്കുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ധോനിൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.